ഇവിടെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഇവിടെയുള്ള ഈ കേശം, ഷഅറ മുബാറക്, ഹസ്രത്ത് ബാൽ, അത് എവിടെ? തുർക്കിയിലുണ്ട്, അല്ല ഈജിപ്തിലുണ്ട്, അല്ല ഈജിപ്തിലും തുർക്കിയിലും അല്ല ഇന്ത്യയിൽ കാശ്മീരിലുണ്ട് എന്ന് പറയുന്ന ഈ കേശം എന്താണ് അതിന്റെ കാര്യം? അത് റസൂലുള്ളാഹിന്റേതാണോ? ഒരു മൂമിനായ മനുഷ്യൻ വഞ്ചിക്കപ്പെടാവുന്നവനാണോ? ഒരു മൂമിനിന്റെ പ്രത്യേകത അവരെ ആർക്കും വഞ്ചിക്കാൻ സാധിക്കൂല എന്നുള്ളതാണ്. ദീനിന്റെ കാര്യത്തിൽ ഒരു തവണ പോലും അവൻ കടിയേൽക്കൂല എന്നുള്ളതാണ്. ദുനിയാവിന്റെ കാര്യത്തിൽ ഒരു വട്ടം കടിയേറ്റു എന്ന് പറയും, രണ്ടാം വട്ടം അവന് കടിയേൽക്കാൻ പാടില്ല എന്ന് ശരൾ വെച്ചിട്ടുള്ള മതാണ്. ദീനിന്റെ കാര്യത്തിലോ വളരെ ഫൂൾ പ്രൂഫായിട്ടുള്ള സിമന്റഡ് ആയിരിക്കുന്ന ഒരു മെത്തേഡ് റസൂലുള്ള കയ്യിൽ തന്നിട്ടാ പോയിട്ടുള്ളത്. തറക്തുക്കുമാനൽ ബൈള, ഞാൻ നിങ്ങളെ ഇരുട്ടിൽ തപ്പാൻ വിട്ടുകൊണ്ടല്ല തിരിച്ചു പോകുന്നത്, ഞാൻ നിങ്ങളെ രാജവീതിയിൽ വിട്ടേച്ചുകൊണ്ടാണ് പോകുന്നത്. ലൈലുഹാ കനഹാരിഹ, അവിടെ ഇരുട്ടില്ല, അവിടുത്തെ രാത്രി പോലും പകല് പോലെയാണ്. ഒരാൾ നശിക്കണമെന്ന അല്ലാഹുവിന്റെ തീരുമാനത്തിൽപ്പെട്ടിട്ടുള്ള നശിച്ചവൻ മാത്രമേ ഈ രാജവീതിയിൽ നിന്ന്, ഈ സുവ്യക്തമായ രാജമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയുള്ളൂ. ഒരാൾക്കും വ്യതിചലിപ്പിക്കാൻ പറ്റാത്ത വിധം, ഒരാൾക്കും വിശദീകരിക്കാൻ പറ്റാത്ത വിധം വളരെ സുവ്യക്തമായ മാർഗത്തിൽ സുവ്യക്തമായിരിക്കുന്ന രീതിശാസ്ത്രം കയ്യിൽ തന്നാണ് മുസ്ലിമീങ്ങളെ റസൂലുള്ളാഹി വിട്ടേച്ചു പോയിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മളെ ഇങ്ങനെ ഒരു രോമം കാണിച്ചിട്ട് ആർക്കും വഞ്ചിക്കാനൊന്നും പറ്റൂല. ആ രോമം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹിന്റേതാണെങ്കിൽ അത് ആണെന്ന് ഉറപ്പ് വന്നാൽ ആർക്കേ പറ്റുള്ളൂ, എത്രയേ പറ്റുള്ളൂ, ഒക്കെ പറഞ്ഞു. അത് റസൂലുള്ളാഹിന്റേതാണെങ്കിൽ ആ വിഷയത്തെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുള്ളത് ഈ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ച മഹാനായ പണ്ഡിതൻ അല്ലാമത്തുൽ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ അത്തവസ്സുൽ അൻവാഉഹു വഅഹ്കാമുഹു എന്ന ലോകപ്രശസ്തമായിരിക്കുന്ന ചെറിയൊരു കൃതിയുണ്ട്. ആ കൃതിയിൽ അദ്ദേഹം പറഞ്ഞ കാര്യം വായിക്കാം. ഹാദാ വലാ ബുദ്ദ മിനൽ ഇശാറ. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും അനിവാര്യമായും ഇവിടെ പരാമർശിക്കുകയും സൂചിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം, അന്നനാ നൂമിനു ബിജവാസി തബറുകി ബിആസാരിഹി. നമ്മൾ ഹദീസിന്റെ ആളുകൾ, സുന്നത്തിന്റെ ആളുകൾ, ഇസ്ലാമിന്റെ ആളുകൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅ, ഇസ്ലാമിന്റെ മുഖ്യധാരയിൽ നിലകൊള്ളുന്ന വ്യക്തികൾ, ശരിയായ മുഅ്മിനുകൾ, അവർ വിശ്വസിക്കേണ്ടതാണ്, നമ്മൾ വിശ്വസിക്കുന്നവരാണ്. ബിജവാസി തബറുകി ബിആസാരിഹി, റസൂലുള്ളാഹിന്റെ തിരുശേഷിപ്പുകൾ കൊണ്ട് തബറുക്ക് നടത്തൽ അനുവദനീയമാണ് എന്ന് അതിൽ തർക്കം വെക്കാൻ ഒരാൾക്കും അവകാശമില്ല. അത് സ്ഥിരപ്പെട്ടതാണ്. റസൂലുള്ളാഹിന്റെ വാക്കുകൊണ്ടും അംഗീകാരം കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. സഹാബത്തിന്റെ നടപടി കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതിനൊരു പുരോഗമനവാദി പേരെഴുതിയാൽ അത് ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു കടത്താൻ അവന് സാധ്യമല്ല. ആരൊക്കെ എങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഈ ഉമ്മത്തിലെ പ്രവാചകൻ, ഈ ഉമ്മത്തിലെ ഓരോ വ്യക്തിക്കും മഹബ്ബാണ്. അല്ലാഹുവിന്റെ റസൂലുമായിരിക്കണം ഏറ്റവും പ്രിയങ്കരൻ, തന്റെ ശരീരത്തെക്കാളും. ആ റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമാണ് അവിടുത്തെ എല്ലാം. അവിടുന്ന് കൊണ്ടുവന്ന ദിക്റിനെ സ്നേഹിക്കുന്നു, അവിടുത്തെ ശരീരത്തെ സ്നേഹിക്കുന്നു, അവിടുത്തെ ആത്മാവിനെ സ്നേഹിക്കുന്നു, എല്ലാം സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ തിരുശേഷിപ്പുകൾക്ക് അല്ലാഹു ഫള് കൽപ്പിച്ചിട്ടുണ്ട്. ആ തിരുശേഷിപ്പുകൾ കൊണ്ട് തബറുക്ക് നടത്താം. ഇത് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസമാണ്. വലാ നുൻകിറു ഖിലാഫൻ ലിമാ യൂഹിമുഹു സരീഉ ഖുസൂമിനാ. റസൂലുള്ളാഹിന്റെ തിരുശേഷിപ്പുകൾ കൊണ്ട് തബറുക്ക് നടത്തൽ നമ്മൾ നിഷേധിക്കുന്നില്ല. എതിരാളികൾ ഒരു പക്ഷേ അങ്ങനെ പറയും, ചിലപ്പോ പറയും ഇവിടെ കേൾക്കുന്ന ഒറ്റവിളി അത് ശുദ്ധമായ മൗഢ്യമാണ്, അത് വങ്കത്വമാണ്, അത് ചതിയാണ്, അത് ദീനിനെ വാണിജ്യവൽക്കരിക്കലാണ്, അത് ചില ആളുകളുടെ ദുരമൂത്ത ദുനിയാവിനോട് ദുരമൂത്ത ആഗ്രഹങ്ങൾ, അത് അവർ മുതലെടുക്കുന്ന രീതികൾ മാത്രമാണ് എന്ന് പറയുമ്പോ നേരെ തിരിച്ചു പറയും, നബിനെ സ്നേഹിക്കൂല, നബിന്റെ ആസാറുകൾ കൊണ്ട് ഇവർ തബറുക്ക് നടത്തൂല എന്ന് പറയും. അങ്ങനെ ഒരിക്കലും പറയേണ്ട. നബിന്റെ ആസാറുകൾ കൊണ്ട് തബറുക്ക് നടത്താവുന്നതാണ്, നടത്തേണ്ടതാണ്. കിട്ടിയാൽ അത് ശരിക്കും കിട്ടിയാൽ നമ്മൾ തബറുക്ക് നടത്തും. പക്ഷേ വലാകിൻ ലിഹാദ തബറുകി ശുറൂഫൻ, തബറുക്ക് നടത്തണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, തബറുക്ക് നടത്തുന്ന ആള് ഒന്ന് മിൻഹാ അതിൽപ്പെട്ടതാണ് അൽ ഈമാനു ശർഈ വൽ മഖ്ബൂലു ഇൻദല്ലാഹ്. മുഅ്മിനായ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ ഈമാനുള്ള ഒരാളായിരിക്കണം തബറുക്ക് നടത്തേണ്ടത്. ഇനി നിങ്ങൾ ആ ബാരി വന്നാൽ, ഹസ്രത്തെ ബാരി വന്നാൽ, റസൂലുള്ളാഹിന്റെ മുടിയല്ല കേട്ടോ ഹസ്രത്തെ ബാൽ, അത് ഹസ്രത്തിന്റെ ബാലായിരിക്കും. ആ ബാരി വന്നു കഴിഞ്ഞാൽ അവിടെ മുസ്ലിമീങ്ങൾ മാത്രമല്ല പോകുക, ജാതി മത ഭേദമന്യേ അങ്ങോട്ടൊഴുകും. ജാതി മത ഭേദമന്യേ ഒഴുകുന്നു പറഞ്ഞാൽ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ എല്ലാ നാവും അത് മതസൗഹാർദ്ദത്തിന്റെ തെളിവായിട്ട് അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പ്രസംഗിച്ചു കൊടുക്കും.
മനസ്സിലായില്ലേ? ഇപ്പൊ വാവര പള്ളി, അതുപോലെ തന്നെ എല്ലാ പള്ളിയിലും ഒരു ക്ഷേത്രം, എല്ലാ ക്ഷേത്രത്തിലും ഒരു പള്ളി ഉണ്ടാക്കണം, ഇതാണ് പുരോഗതി, ഇതാണ് മതസഹിഷ്ണുത എന്ന് പ്രസംഗിക്കാൻ മാത്രം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രാസംഗികന്മാര് അവരുടെ പേനയുന്തികൾ തരം താണു പോയിരിക്കുന്നു. അതിലേക്ക് ഇതും വലിച്ചിട്ടു. ഈ പറഞ്ഞ ആൾക്കാരനെ കണ്ടോ, ഇപ്പൊ അതിന് എതിർത്തെഴുതിയ ആൾക്കാർ ആ ഹസ്രത്ത് ബാറിലേക്ക് ജാതിമതഭേദമന്യേ ആളുകൾ വരുന്നു, രോഗശമനം തേടുന്നു, രോഗം ശിഫയാകുന്നു എന്ന വാർത്ത കേൾക്കുമ്പോ മതസൗഹാർദ്ദത്തിന് അവരിതും പിടിച്ചു വെക്കും. ഇപ്പൊ ഞാനത് മുൻകൂട്ടി വെടിവെക്കുന്നുണ്ട്. 4 വർഷം കഴിയുമ്പോ ജാതിമതമേലെ അങ്ങേക്ക് പോകുമ്പോ ഇന്ന് അതിനെതിരെ ലേഖനം എഴുതിയിട്ടുള്ള ആൾക്കാര് അബ്ദുള്ളമാരും അബ്ദുറഹ്മാന്മാരും ഒക്കെ അന്ന് അതിനെ മതസഹിഷ്ണുതക്കും സൗഹാർദ്ദത്തിന്റെ തെളിവാക്കിയിട്ട് ഇവരെന്നെ പിടിക്കും. അങ്ങനത്തെ അവസരവാദികളാണ് ഇവർ. അവർക്ക് ദീനിനോടോ, ദീനിന്റെ പ്രമാണങ്ങളോടോ, ദീനിന്റെ മൻഹജിനോടോ, ശരീഅത്തിന്റെ മസാലിഹുകളോടോ ഒരു കടപ്പാടില്ലാത്തവരാ. അവർ അവസരത്തിനനുസരിച്ച് ഓർത്ത് നിറം പറഞ്ഞതിനേക്കാൾ വേഗത്തിൽ മാറും. എന്നാൽ ഇത് നാം തീർത്തും പറയുന്നു, ഇത് വളരെ ഉറപ്പാണ്. ഒരു കാരണവശാലും, യാതൊരു കാരണവശാലും മുസ്ലിമല്ലാത്തൊരു വ്യക്തി ശരിക്കും റസൂലുള്ളാഹിന്റെ പാല് തന്നെയാണ്, റസൂലുള്ളാഹിന്റെ ശരിയായ ശഅറ് തന്നെയാണ്, അതുകൊണ്ട് തബറുക്ക് നടത്താൻ മുസ്ലിമല്ലാത്ത മറ്റൊരാൾക്ക് പാടില്ല, ചെയ്തിട്ട് കാര്യമല്ല. രണ്ടാമത്തേത് മുസ്ലിമൻ സ്വാദിഖൽ ഇസ്ലാം, മുസ്ലിം ശരിയായ മുസ്ലിം, സത്യസന്ധനായ മുസ്ലിം, ഫലം യുഹഖിഖല്ലാഹു ലഹു അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് തഹ്ഖീഖ് ചെയ്യില്ല, സാക്ഷാത്കരിച്ചു കൊടുക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സാക്ഷാത്കരിച്ചു കൊടുക്കുകയില്ല. അയ്യ ഖൈരിൻ ബി തബറുക്കിഹി ഹാദാ, ഈ തിരുശേഷിപ്പുകൾ കൊണ്ട് തബറുക്ക് നടത്തിയാൽ ഒരു ഖൈറും, ദുനിയാവിന്റെ ഒരു ഖൈറും, തബറുക്ക് എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ ഖൈർ ചോദിക്കലാണ്, അതിലെ ഒരു ഖൈറും മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് അല്ലാഹു സാക്ഷാത്കരിച്ചു കൊടുക്കില്ല. ഇതാണ് ഒന്നാമത്തെ ഷർത്ത്. كما يشترط للراغب في التبرك أن يكون حاصلا على أثر من آثاره ويستعمله. അതേപോലെ തന്നെ തബറുക്ക് നടത്തുന്ന ഒരാൾക്ക് ഷർത്താണ് റസൂലുള്ളാഹിന്റെ ആസാറ് കൊണ്ട് തന്നെയായിരിക്കണം തബറുക്ക് നടത്തേണ്ടത്. റസൂലുള്ളാഹിന്റേതാണ് എന്ന് പറയപ്പെടുന്ന, ജൽപ്പിക്കപ്പെടുന്ന, വാദിക്കുന്ന ഒരു വസ്തുവായാൽ പോരാ, ഗണ്യമായി ഇത് റസൂലുള്ളാഹിന്റേതാണ് എന്ന് ഉറപ്പ് വേണം. അത് തന്നെ ഉപയോഗിക്കണം. വനഹ്നു നഅലം, നമുക്കറിയാം, അന്ന ആസാറഹു മിൻ സിയാബിൻ ഔ ശാഇരിൻ ഔ ഫമലാത്തിൻ ഖദ് ഫഖിദത്. എന്നാൽ റസൂലുള്ളാഹിന്റെ ഇത്തരം ആസാറുകളുണ്ടോ? ഒരാളിങ്ങനെ കടന്നുറങ്ങുമ്പോ കേൾക്കുക, എനിക്കുണ്ട് എവിടുന്ന് വിളി, കാശ്മീർ രാജതടാകത്തിന്റെ അപ്പുറത്തുനിന്ന് ബാൽമത്തിൽ നിന്ന് എന്നെ വിളിക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ ഇവിടുന്ന് അപ്രത്യക്ഷപ്പെടുക 2 ദിവസം. അത് കഴിഞ്ഞിട്ട് ആ പള്ളിയിലുള്ള ഇമാമ് നബിനെ സ്വപ്നം കണ്ടു, ഇതാ ഇന്നാലിന്റെ വ്യക്തി ഇവിടെ വരും, ഒരു കൊടുക്ക് പറഞ്ഞിട്ട് കുറച്ച് മുടി കൊടുക്കാൻ പറയും, കൊടുക്കും. ആരാ ഇവരുടെയൊക്കെ സ്വപ്നം? അള്ളാന്റെ ദീനിൽ ഇവരുടെ സ്വപ്നത്തിന് യാതൊരു ആധികാരികതയില്ല. എന്നിട്ട് ഇത് നുണയാണ്. കാരണം ഇത് നുണയെന്ന് പറയാൻ കാരണം ഇത് ഉദ്ധരിക്കുന്ന സനദിന്റെ ഇങ്ങേ തലക്കിൽ കിടക്കുന്നത് API അബൂബക്കർ മുസ്ലിയാർ കാന്തൂരാണ്. അയാൾ ദീനിന്റെ ഒരു കാര്യം ഉദ്ധരിക്കാൻ സനദിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് അയാൾ ഒന്നിനും പറ്റാത്തതാണ്. മസ്റൂഖ് ദാഹിദ്. അതുകൊണ്ട് ആ ഖബർ ആദ്യം തള്ളപ്പെടേണ്ടതാണ്. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം വെച്ചുകൊണ്ടല്ല, തീർത്തും ഖണ്ഡിതമായി റസൂലുള്ളാഹിന്റെ അസർ തന്നെയാണ് എന്ന് ഉറപ്പിക്കണം. ഹാസിലൻ അലാ അസരിൻ മിൻ ആസാരിഹി, റസൂലുള്ളാഹിന്റെ അസർ കിട്ടണം, ശേഷിപ്പ് കിട്ടണം. വയസ്തഅമിലഹു, അത് തന്നെ തബറക്കിന് ഉപയോഗിക്കണം. എന്നാൽ അങ്ങനെ കിട്ടുമോ? വനഹ്നു നഅലം, അല്ലാമത്തുൽ അൽബാനി പറയുന്നു, നമുക്കറിയാം, അന്ന ആസാറഹു, റസൂലുള്ളാഹിന്റെ തിരുശേഷിപ്പുകൾ, മിൻ സിയാബിൻ, വസ്ത്രമാകട്ടെ, ഔ ശാഇരിൻ, മുടിയാകട്ടെ, ഔ ഫളലാത്തിൻ, മറ്റവശിഷ്ടങ്ങളാകട്ടെ, ഖദ് ഫഖിദത്, അതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, തീർന്നു കഴിഞ്ഞിരിക്കുന്നു. വലൈസത ബിഇംകാനി അഹദിൻ, ഒരാൾക്കും സാധ്യമല്ല, ഇസ്ബാതു വജൂദി ശൈഇൻ മിൻഹാ അലാ വജ്ഹിൽ ഖത്ഇ വൽ യഖീൻ, അങ്ങനെയുള്ള തിരുശേഷിപ്പുകളിൽ എന്തെങ്കിലും ഒന്ന് ഇന്ന് നിലനിൽക്കുന്നുവെന്ന് ഗണ്യതമായി തെളിയിക്കുക ഒരാൾക്കും സാധ്യമല്ല. വൈദാ കാനൽ അംറു കദാലിക്, കാര്യം അങ്ങനെയാണെങ്കിൽ, ഫഇന്ന തബറുക ബിഹാദിഹിൽ ആസാർ, റസൂലുള്ളാഹിന്റേതെന്ന് പറയപ്പെടുന്ന കള്ളന്മാർ പ്രചരിപ്പിക്കുന്ന ഈ അവശേഷിപ്പുകൾ കൊണ്ട് തബറുക്ക് നടത്തൽ യുസ്ബിഹു അംറൻ ഗൈറ ദീ മൗദൂഇൻ ഫീ സമാനിനാ ഹാദാ, ഈ കാലത്ത് അത് കാര്യമാത്ര പ്രസക്തമായ ഒരു വിഷയമല്ല. കാരണം ഈ കാലത്ത് റസൂലുള്ളാഹിന്റെ ആസാറ് കിട്ടാനില്ല. കിട്ടുമെന്ന് ഒരാൾക്ക് തെളിയിക്കുക സാധ്യവുമല്ല. പിന്നെ അത് പഴയ കാലത്ത് മാത്രം നടന്നിരുന്ന, നടക്കാവുന്ന, നടക്കേണ്ടതായ ഒരു കാര്യമാണ്. ഇന്നത് സാധ്യമല്ല. വയകൂനു അംറൻ നളരിയൻ മഹ്ളൻ, ഇന്നത് തികച്ചും
നെവരിയായ സൈദ്ധാന്തികമായ ഒരു വിഷയമായി അവശേഷിക്കുന്നു. റസൂലുള്ളാഹിന്റെ ആസാറുകൾ കൊണ്ട് തബറുക്ക് നടത്താം, അത് സൈദ്ധാന്തികമാണ്. ഇന്ന് അതിന് പ്രയോഗതലത്തിൽ നിലനിൽപ്പില്ല. കാരണം റസൂലുള്ളാഹിന്റെ ആസാറുകളൊന്നും അവശേഷിക്കുന്നില്ല. മുടിയാകട്ടെ, വസ്ത്രമാകട്ടെ, മിമ്പറാകട്ടെ, മിമ്പർ അത് തീപിടിച്ച് കരിഞ്ഞുപോയി. റസൂലുള്ളാഹിന്റെ വസ്ത്രങ്ങളും പാത്രങ്ങളും ഉടഞ്ഞും അതും ദ്രവിച്ചും പോയി. റസൂലുള്ളാഹിന്റെ മുടിയോ നഖമോ ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ, അതെല്ലാം തന്നെ അതത് ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ അതുമായി കപ്പലിൽ വെച്ച് മരിച്ചു തീർന്നു പോയി. അല്ലാതെ അതിൽ ഏതെങ്കിലും ഒന്ന് ഇന്ന് നിലനിൽക്കുന്നു എന്നത് ഗണ്യതമായി തെളിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ തബറക്ക് നടത്തുന്ന ഒരാൾ തബറക്ക് നടത്തേണ്ടത് റസൂലുള്ളാഹിന്റെ ആധാരം കൊണ്ടാണ്. റസൂലുള്ളാഹിന്റേതാണെന്ന് കള്ളന്മാര്, കച്ചവടക്കാര് അവര് പറഞ്ഞാൽ അതുകൊണ്ട് നടത്താവതല്ല. അതിനാൽ ഇന്നത് വെറും സൈദ്ധാന്തികമാണ്, പ്രായോഗികമായി ഈ മസല നിലനിൽക്കുന്നില്ല. ഫലാ യൻബഗി ഇസാലത്തുൽ ഖൗലി. അതുകൊണ്ട് ആ വിഷയം ഇനി നീട്ടി പറയേണ്ടതില്ല.